നമസ്കാരം. മഡൂറോയെ ട്രംപിന് ഒറ്റുകൊടുത്തതാര്? മഡൂറോ മറ്റൊരു സദാം ഹുസൈൻ ആകുന്നു. ലോകത്തെ ഞെട്ടിച്ചുകൊണ്ട് വെനസ്വേലിയൻ പ്രസിഡന്റ് നിക്കോളസ് മഡൂറോയെ അമേരിക്കൻ സൈന്യം പൊക്കിയതിന് പിന്നിൽ വമ്പൻ ചതിയുടെ റിപ്പോർട്ടുകൾ പുറത്തുവരികയാണ്. അതീവ സുരക്ഷയുള്ള പ്രസിഡന്റിന്റെ വസതിയിൽ കടന്നു കയറി മഡൂറോയെയും ഭാര്യയെയും US സൈന്യം റാഞ്ചിക്കൊണ്ടു പോയിട്ടും വെനസ്വേലിയൻ സൈന്യം നോക്കുകുത്തിയായി നിന്നത് വൻ ദുരൂഹതകൾക്കാണ് വഴിമാറുന്നത്. ഈ അവിശ്വസനീയമായ കീഴടങ്ങളിന് പിന്നിൽ മഡൂറോയുടെ വിശ്വസ്തയും വൈസ് പ്രസിഡന്റുമായ ഡെൽസി റോഡ്രിക്സ് ആണ് എന്നുള്ള സൂചനകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. താഴ്ന്നു പറന്ന US ഹെലികോപ്റ്ററുകളെ വെറും തോക്കുകൾ ഉപയോഗിച്ച് പോലും പ്രതിരോധിക്കാമായിരുന്നിട്ടും വെനസ്വേലിയൻ സൈന്യം ഒരൊറ്റ വെടിയുണ്ട പോലും ഉതിർത്തില്ല എന്നുള്ളത് യാഥാർത്ഥ്യമായിട്ട് നിൽക്കുന്നു. അപ്പോൾ ഈ നിശബ്ദത വെറുതെയല്ല എന്നാണ് പ്രതിരോധ വിദഗ്ധരടക്കം പറയുന്നത്. ട്രംപ് ഭരണകൂടവുമായിട്ട് ഡെൽസി റോഡ്രിക്സും സഹോദരനും ചേർന്ന് നടത്തിയ രഹസ്യ ധാരണയുടെ ഫലമായാണ് മഡൂറോയെ അമേരിക്കയ്ക്ക് വിട്ടു നൽകിയത്. അറബ് രാജ്യങ്ങളുടെ മധ്യസ്ഥതയിൽ നടന്ന ചർച്ചകളിൽ മഡൂറോയെ പടിയിറക്കി പകരം ഭരണമേറ്റെടുക്കുവാനുള്ള നീക്കമാണ് ഡെൽസി നടത്തിയത് എന്നുള്ളതാണ് പുതിയ വിവരങ്ങൾ. ഒന്നുകിൽ അധികാരം വിട്ട് വെനസ്വേലയിൽ തന്നെ തുടരാം, അല്ലെങ്കിൽ ഖത്തറിലേക്കോ തുർക്കിയിലേക്കോ നാടുവിടാം. ഈ രണ്ട് വാഗ്ദാനങ്ങൾ അമേരിക്ക മഡൂറോയ്ക്ക് മുന്നിൽ വച്ചിരുന്നു. എന്നാൽ മഡൂറോ ഇതിന് വഴങ്ങുന്നതിന് മുൻപേ സ്വന്തം സൈന്യത്തെ കൂട്ടുപിടിച്ച് ഡെൽസിയും സംഘവും അമേരിക്കയുമായി കരാറിലെത്തി. ഇതിന് പകരമായിട്ട് ഡെൽസി റോഡ്രിക്സിനെ വെനസ്വേലയുടെ ഇടക്കാല പ്രസിഡന്റായിട്ട് ഡൊണാൾഡ് ട്രംപ് അംഗീകരിക്കുകയും ചെയ്തു. മഡൂറോ പിടിയിലായതിന് തൊട്ടു പിന്നാലെ തന്നെ ഡെൽസി റോഡ്രിക്സ് അധികാരമേറ്റത് സംശയങ്ങളെ ബലപ്പെടുത്തുന്നു എന്ന് വേണമെങ്കിൽ പറയാം. മിയാമി ഹെറാൾഡ് അടക്കമുള്ള അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് കഴിഞ്ഞ ഒരു വർഷമായി നടന്ന ഗൂഢാലോചനയുടെ ക്ലൈമാക്സ് മാത്രമായിരുന്നു മഡൂറോയുടെ ഈ അറസ്റ്റ് എന്ന് പറയപ്പെടുന്നത്. സ്വന്തം വിശ്വസ്തർ തന്നെ ശത്രുപക്ഷവുമായി ചേർന്ന് കൊടുത്ത പണിയാണ് മഡൂറോയുടെ പതനത്തിന് കാരണമെന്നാണ് ഈ വിവരങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതീവ സുരക്ഷയുള്ള കാരക്കസിന്റെ വസതിയിൽ നിന്ന് കടന്നു കയറി മഡൂറോയെയും ഭാര്യ സീലിയ ഫ്ലോറസിനെയും പിടികൂടുമ്പോൾ ഈ വെനസ്വേലിയൻ സൈന്യം നോക്കുകുത്തിയായി നിന്നത് എന്തുകൊണ്ടായിരിക്കും? അതാണ് വൻ ദുരൂഹതകൾക്ക് വഴിമാറിയത് എന്നുള്ളതാണ്. അറബ് രാജ്യങ്ങളുടെ മധ്യസ്ഥതയിൽ നടന്ന ഈ നീക്കത്തിനൊടുവിൽ മഡൂറോയെ പുറത്താക്കി ഡെൽസി റോഡ്രിക്സിനെ ഇടക്കാല പ്രസിഡന്റായി അമേരിക്ക അംഗീകരിച്ചത് എന്തുകൊണ്ടാണ് എന്ന് മനസ്സിലായില്ലേ? തുർക്കിയിലേക്കോ ഖത്തറിലേക്കോ നാടുവിടാനുള്ള അമേരിക്കയുടെ വാഗ്ദാനങ്ങൾ മഡൂറോ തള്ളിയതോടെയാണ് രാജ്യത്തെ സൈന്യത്തെ കൂട്ടുപിടിച്ചുകൊണ്ട് ഡെൽസി ഇത്തരത്തിലൊരു അട്ടിമറി പൂർത്തിയാക്കിയത് എന്നതും ചർച്ചകൾക്ക് പുതിയ മാനം നൽകുന്നതാണ്. നിലവിൽ ന്യൂയോർക്കിലെ ഫെഡറൽ കോടതിയിൽ ലഹരിക്കടത്ത് കേസിൽ വിചാരണ നേരിടുന്ന മഡൂറോയ്ക്കായിട്ട് വിക്കിലീക്സ് സ്ഥാപകനായിട്ടുള്ള ജൂലിയൻ അസാഞ്ചിന്റെ അഭിഭാഷകൻ ബാരി പൊള്ളാക്കാണ് ഹാജരായത്. ലഹരിക്കടത്ത് കേസിൽ പ്രതി ചേർക്കപ്പെട്ട മഡൂറോയെയും ഭാര്യ സീലിയ ഫ്ലോറസിനെയും തിങ്കളാഴ്ച മൻഹാറ്റനിലെ ഫെഡറൽ കോടതിയിലാണ് ഹാജരാക്കിയിരുന്നത്. തനിക്കെതിരെയുള്ള എല്ലാ കുറ്റങ്ങളും നിഷേധിച്ച മഡൂറോ താൻ നിരപരാധിയാണ് എന്നും തന്റെ രാജ്യത്തിന്റെ നിയമപരമായ പ്രസിഡന്റാണ് എന്നും കോടതിയിൽ പ്രഖ്യാപിച്ചു. ഒരു പരമാധികാര രാഷ്ട്രത്തിന്റെ തലവൻ എന്ന നിലയിൽ മഡൂറോയ്ക്ക് വിചാരണയിൽ നിന്ന് ഒഴിവാകാൻ നിയമപരമായ അർഹതയുണ്ട് എന്നും അമേരിക്കയുടെ സൈനിക നടപടി നിയമവിരുദ്ധമാണ് എന്നും പ്രതിഭാഗം വാദിച്ചു. എന്നാൽ മഡൂറോയെ വെനസ്വേലയുടെ ഔദ്യോഗിക പ്രസിഡന്റായി അമേരിക്ക അംഗീകരിക്കുന്നില്ല എന്നതിനാൽ ഈ വാദം കോടതി സ്വീകരിക്കാനും സാധ്യതയില്ല. ഓപ്പറേഷൻ അബ്സല്യൂട്ട് റിസോൾവ് ജനുവരി 3 പുലർച്ചെ വെനസ്വേലിയൻ തലസ്ഥാനമായിട്ടുള്ള കാരക്കാസിൽ നടത്തിയ അതീവ രഹസ്യമായ മിന്നലാക്രമണത്തിലൂടെയാണ് US സ്പെഷ്യൽ ഫോഴ്സ് നിക്കോളസ് മഡൂറോയെ പിടികൂടിയത്. കാരക്കാസിലെ സൈനിക താവളത്തിലെ അതീവ സുരക്ഷയുള്ള വസതിയിൽ നിന്നാണ് ഡെൽറ്റ ഫോഴ്സ് കമാൻഡോകൾ അദ്ദേഹത്തെയും ഭാര്യയെയും കസ്റ്റഡിയിലെടുത്തത്. വിമാനവാഹിനി കപ്പലിലും പിന്നീട് ഗോണ്ടനാമയിലെ നാവിക താവളത്തിലും എത്തിച്ച ശേഷം സൈനിക വിമാനത്തിലാണ് ഇവരെ ന്യൂയോർക്കിലൊക്കെ കൊണ്ടുപോയത്. ഒരു രാജ്യത്തിന്റെ ഭരണത്തലവനെ തട്ടിക്കൊണ്ടുപോയി വിചാരണ ചെയ്യുന്നത് നിയമവിരുദ്ധമാണ് എന്ന് പ്രതിഭാഗം വാദിക്കുമ്പോഴും വെനസ്വേലയുടെ എണ്ണ സമ്പത്തിന് മേലുള്ള അമേരിക്കയുടെ നിയന്ത്രണവും ഡെൽസി റോഡ്രിക്സിന്റെ പുതിയ ഭരണകൂടവും ലാറ്റിൻ അമേരിക്കൻ രാഷ്ട്രീയത്തിൽ വലിയ മാറ്റങ്ങൾക്ക് തുടക്കമിട്ടിരിക്കുകയാണ് എന്ന് വേണമെങ്കിൽ പറയാം. വെനസ്വേലയിൽ നടന്നത് പ്രതിരോധമില്ലാത്ത റാഞ്ചലായിരുന്നു എന്നതിൽ തർക്കമില്ല. മഡൂറോയെ ഒറ്റുകൊടുത്തത് സ്വന്തം വൈസ് പ്രസിഡന്റോ എന്ന ചോദ്യം അവിടുത്തെ ജനങ്ങൾ ചോദിച്ചു തുടങ്ങിയിരിക്കുന്നു. അമേരിക്കയുടെ സൈനിക നടപടി എന്ന് പറയപ്പെടുന്നത് നിയമവിരുദ്ധമാണ് എന്ന വാദവും ശക്തമാകും.